ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ആളുകളെ സഹായിക്കുന്നത് ഒരു തെറ്റാണോ? പക്ഷെ ചില ആളുകളൊക്കെ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ മഴ കടുത്തപ്പോൾ പല ജില്ലകളിലും പ്രളയമുണ്ടായി. അന്നേരം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജോജി തമ്പി, പുള്ളിക്കാരനെ അറിയായിരിക്കുമല്ലോ, കേരളത്തിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോമോട്ടീവ് ക്രിയേറ്ററാണ്. അപ്പോൾ ഈ പ്രളയത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ജോജി തമ്പിയും ഇവരുടെ ഒരു ഗ്യാങ്ങും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ വെറുതെ അല്ല ഇറങ്ങിയത്, ഇവരൊരു ഹമ്മർ ഉണ്ടാക്കി, ഹമ്മറുമായിട്ടാണ് ഇറങ്ങിയത്. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ വീഡിയോ നിങ്ങളുടെ ഫീഡിൽ, ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവും. വലിയൊരു വണ്ടി, അതിന്റെ മുകളിൽ കുറെ ആളുകൾ ഇരുന്ന് വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ഈ ഹമ്മറിന് ചെറിയൊരു കഥ പറയാനുണ്ട്. ഈ വണ്ടി കുറെ കാലമായിട്ട് ഗ്യാരേജിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇവരിങ്ങനെ ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്തതിന്റെ കാരണം തന്നെ കേരളത്തിൽ പ്രളയ സമയത്ത് ഓഫ് റോഡ് വെഹിക്കിൾസിന്റെ ആവശ്യം വരികയാണെങ്കിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വണ്ടി നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ പ്രളയ സമയത്ത് പ്രത്യേക പെർമിഷൻ ഒക്കെ എടുത്തിട്ട് മാത്രമാണ് ഈ വണ്ടി ആ സമയത്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇവർ ഈ വണ്ടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കേരളത്തിന് ഒരാവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഈ വണ്ടിയുമായിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഇവരെ വണ്ടി ഉണ്ടാക്കിയ ഗ്യാരേജിൽ ഇട്ടിരിക്കുന്നത്. നമ്മളിത് കേരളത്തിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്ത മോൺസ്റ്റർ ഹമ്മർ H1 ആണ്. നമ്മൾ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ വണ്ടി. നമ്മളൊന്നുകൂടെ പറയാണ്, നമ്മളിത് റോഡ് ലീഗൽ അല്ല, നമ്മൾ പകരം സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. ഇനിയും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇനിയും എന്ത് ദുരന്തം, കേരളത്തിന് എന്ത് പ്രളയമോ കാര്യങ്ങളോ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടായാലും നമ്മുടെ ഈ ഹമ്മർ അതിന്റെ മുന്നിൽ കാണും. നമ്മൾ അതിനുവേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഈ വണ്ടിയുമായിട്ട് ഈ പ്രളയത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജോജി തമ്പിയും കൂട്ടുകാരും. വണ്ടി ഗ്യാരേജിൽ ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിലും വണ്ടി കണ്ടീഷനാണ്, ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഈ ഷെഡിൽ പൊടി പിടിച്ചടക്കുന്ന ഈ മോൺസ്റ്റർ ഹമ്മർ H1 ഒരു പക്ഷെ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണും. നമ്മളിത് കേരളത്തിന് വേണ്ടി കസ്റ്റം ബിൽഡ് ചെയ്ത മോൺസ്റ്റർ ഹമ്മർ H1 ആണ്. നമ്മുടെ മോൺസ്റ്ററിന്റെ ശരിക്കുള്ള ലുക്ക് ഇതായിരുന്നു. ഇങ്ങനെ ഇരുന്ന വണ്ടി എങ്ങനെ ഇങ്ങനായി എന്നുള്ള കാര്യം പറയാം. ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിലെ റോഡിൽ ഇത് ലീഗൽ അല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടി പണിത വണ്ടി കേരളത്തിലെ റോഡിൽ ഓടിക്കാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്തിനിതിങ്ങനെ പണിഞ്ഞു എന്നായിരിക്കും അല്ലേ പറയാം. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇനിയും എന്ത് ദുരന്തം, കേരളത്തിൽ ഇനി എന്ത് പ്രളയമോ കാര്യങ്ങളോ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടായാലും നമ്മുടെ ഈ ഹമ്മർ അതിന്റെ മുന്നിൽ കാണും. ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് ആണെങ്കിലും അതിന്റെ പവർ, ടോർക്ക്, കൂടാതെ നമുക്ക് ഓഫ് റോഡ് സെഗ്മെന്റിൽ എവിടെ വേണമെങ്കിലും ഓടിക്കാം. 6.5-7 അടിയോളം നമുക്ക് ഇത് വെള്ളത്തിൽ കിടക്കാം. നമ്മുടെ നോർമൽ യൂസിന് പറ്റാത്തതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോഴും പൊടി പിടിച്ചിങ്ങനെ കിടക്കുന്നത്. ഇതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായാലും തെറ്റിദ്ധരിക്കണ്ട, ഇതിപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണുള്ളത്. അപ്പൊ നമ്മുടെ റോഡുകളിൽ ഇത് ഇറക്കാൻ പറ്റില്ല. പല എക്സ്പോകളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബബ്ബ സിനിമയ്ക്കകത്തും ഈ വണ്ടിയാണെന്ന് തോന്നുന്നു വരുന്നത്. അങ്ങനെ പ്രളയം വന്ന സമയത്ത് ഒടുവിൽ ഇവർക്ക് ഈ വണ്ടി ഇറക്കാനുള്ള പെർമിഷൻ കിട്ടി. വണ്ടി ഇവരിറക്കി. ഇറക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു സാറ് നേരിട്ട് ഇടപെട്ടാണ് ഇത് ഇറക്കാനുള്ള പെർമിഷൻ നമുക്ക് വാങ്ങിച്ചു തന്നത്. ലീഗലി നമുക്ക് ഇതിന്റെ പെർമിഷൻ തന്നത് നമ്മൾ റോഡിലൂടെ ഈ വണ്ടി ഓടിക്കാനല്ല, എവിടെയാണോ ദുരിത പ്രദേശങ്ങളുള്ളത് അവിടെ ഈ ഫ്ലാറ്റ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ആവശ്യം നിങ്ങൾ അറിയിച്ചാൽ മതി. നമ്മൾ എന്തിനും എവിടെ എത്താൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവർ പ്രളയത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. ഈ വണ്ടി വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുന്ന വീഡിയോ നല്ല വൈറലാണ്. ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവണം. അക്കൂട്ടത്തിൽ ചില വീഡിയോകളാണ് പ്രശ്നമായത്, ചില ആളുകളെ ചൊടിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷൻ ഭയങ്കര മോശം കമൻസ് ആണ്. ഇവർക്കെതിരെ ഭയങ്കര ഒരു നെഗറ്റീവ് സാധനമാണ് വരുന്നത്. കമൻറ്റ് സെക്ഷൻ മാത്രമല്ല, പല പോസ്റ്റുകളും കണ്ടു ഇവർക്കെതിരെ. അക്കൂട്ടത്തിലൊരു പോസ്റ്റാണ്, ജോജി തമ്പിയുടെ ഫോട്ടോ വെച്ചില്ല, അതിന് പകരം പട്ടിയുടെ തലയാണ് വെച്ചേക്കുന്നത്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആൾക്കാരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഷോ ഊമ്പാൻ ഇറങ്ങിയ ഒരു നിർഗുണമാണോ? ഇത് ഇൻസ്റ്റാ ദൈവം ഡാഷ് തമ്പിയുടെ ഫോട്ടോഷൂട്ടാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ മുന്നിൽ ക്യാമറാമാനേനും വെച്ച് രക്ഷിക്കാൻ പോകുന്ന വാണം. ഒരു വണ്ടിയും 16 ആളുകളെയും കൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് എവിടാണോ ആള് കയറാനാ. ഇവർ വണ്ടിയുടെ മുകളിൽ ഇത്ര ആളുകളെ കയറ്റി പോകുന്ന സമയത്ത് വരുന്ന കമന്റാണ്, വണ്ടിക്കകത്ത് ഇനി ആളിനെ എവിടെ കയറ്റും, തുമാർ മൊത്തം അതിന്റെ മേളിൽ കയറിയിരിക്കുകയാണല്ലോ. ആ രീതിയിൽ മുട്ടുവരം മാത്രം വെള്ളമുള്ളെടുത്ത് ഇവൻ വണ്ടിയിൽ 10 പേരെ കൊണ്ട് ചെന്ന് കുപ്പിവെള്ളം കൊടുക്കുന്നു. ഈ കോമാളിത്തരത്തിന് എന്തോ സംഭവമാണെന്ന് വെച്ച് അനുമതി വാങ്ങിക്കൊടുക്കാൻ ഒരു ഊള മന്ത്രിയും. പണ്ടേ ഇവന്റെ പട്ടിഷോ കണ്ട് അൺഫോളോ ചെയ്തു. ഗിവ് അവേ കൊടുത്ത് ജീവിച്ചു പോണ ഒരു
പട്ടി ഷോ കാണിക്കണം, കുറെ ഫോളോവേഴ്സ് ഉണ്ടാക്കണം, സ്വയം ദൈവമാവണം, പോണം. ഈ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള കമൻസ് ആണ് ഇവർക്കെതിരെ വരുന്നത്. മെയിൻ ആരോപണം പ്രളയത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനാണെന്ന മട്ടിൽ ഇവന്മാർ വന്ന് പട്ടി ഷോ കാണിച്ചു, അത് വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് കമന്റിൽ ഒരുപാട് ആളുകൾ വന്നിരുന്ന് പറയുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, അവന്മാർ ഷോ ഓഫ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കമന്റ് ഇടുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇവർ കാരണം ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ളതാണ്. അവന്മാർ ഷോ ഓഫ് കാണിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആർക്കെങ്കിലും ഒരു അരിമണിയുടെ എങ്കിലും സഹായം ഉണ്ടായെന്നുള്ളതാണ് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും ഇതിൻ്റെ അടിയിൽ അവൈലബിൾ ആണ്. ഈ ആളുകൾ പറഞ്ഞ മുട്ട് വരവുള്ള വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ വണ്ടിക്ക് അത്രയും ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് പല ആളുകളും കാണുമ്പോൾ മുട്ട് വരെ വെള്ളമുള്ളതെന്നൊക്കെ തോന്നും. ആ വണ്ടിയുടെ അഡ്വാൻറ്റേജ് ആണ് അത്. സാധാരണ ഓഫ് റോഡ് വണ്ടി പോകാൻ പറ്റാത്ത സ്ഥലത്ത് ഈ വണ്ടിക്ക് ചെല്ലാൻ പറ്റും. ഇപ്പം നമ്മൾ 2018 കണ്ട പോലെ ഒരു പ്രളയമൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം അതൊന്നും പറഞ്ഞ് കളിയാക്കാൻ നിൽക്കരുത്, എനിക്കത് പറയാനുള്ളത്. അപ്പോൾ ഇവന്മാർ പട്ടി ഷോ കാണിച്ചോ എന്നുള്ളതിനേക്കാൾ ഞാൻ മുൻതൂക്കം നൽകുന്നത്, ഇവർ കാരണം ഒരാൾക്കെങ്കിലും കുപ്പിവെള്ളം കൊടുക്കാൻ പൊക്കോട്ടെ, അതെന്താ ഉപകാരമല്ലേ? ആ വണ്ടിക്ക് താളെ കയറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നത് എന്താ ഉപകാരമല്ലേ? എത്ര പേര് നിങ്ങളുടെ ഒരു വണ്ടിയുമായിട്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ ഇറങ്ങും? ഒരുപാട് ഓഫ് റോഡ് വെഹിക്കിൾസ് ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ കൂട്ടത്തിൽ എത്ര പേര് ഇറങ്ങും? തൻ്റെ വണ്ടി നശിക്കുന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ചിലപ്പോൾ പലരും വീട്ടിൽ തന്നെ ഇരിക്കും. ആ സമയത്താണ് ഇവർ പ്രളയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വണ്ടി ഡിസൈൻ ചെയ്ത് ഇറക്കിയ സമയത്ത് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും വരുന്നത്. ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ഇവന്മാർ പട്ടി ഷോ കാണിച്ച് നടക്കുകയായിരുന്നെങ്കിൽ, ചുമ്മാ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലവാലവ അടിക്കുമായിരുന്നെങ്കിൽ, ഈ കളിയാക്കുന്നവരുടെ ഈ കമന്റിന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വിചാരിക്കാം. അല്ലാതെ ഒരു വശം മാത്രം കണ്ടിട്ടാണ് ഈ വന്നിരുന്ന് ഈ കൊണയടിക്കുന്നത് ഇവന്മാർ. ആ വണ്ടി നിർമ്മിച്ച പർപ്പസ് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അത് മുട്ടുവരെ വെള്ളം മാത്രമാണോ അതോ തലയ്ക്ക് മുകളിൽ വെള്ളം ഉണ്ടോ നോക്കിയിട്ടൊന്നും അല്ല. ആ വണ്ടി ഈ ഒരു പർപ്പസിന് വേണ്ടി നിർമ്മിച്ചു. ഇത്രയും കാലം അത് ഗ്യാരേജിൽ കിടന്നു, അന്നേരവും അതിനെ നോക്കുന്നുണ്ട്, അതിനെ കണ്ടീഷനാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ പണച്ചെലവുള്ള കാര്യങ്ങളാണ്. ഒരുത്തിന് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്? വട്ടാണോ അവന്മാർക്ക് അന്നേരം ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട്? എത്ര നാളുകളായിട്ട് ആ വണ്ടി ഗ്യാരേജിൽ കിടക്കുകയാണ് പൊടി പിടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വരും, എന്തെങ്കിലും വരുമെന്ന് മുന്നിൽ കണ്ട് അവർ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഇകഴ്ത്തി താഴ്ത്തി അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറ. അത് ആദ്യമായിട്ടായിരിക്കും റോഡിൽ ഇറങ്ങുന്നത്. അതിന്റെ ആഹ്ലാദത്തിൽ അതിന്റെ മേളിൽ 2 ഫോട്ടോ എടുത്ത് എന്ത് തെറ്റാണ്? അവന്മാർ പട്ടി ഷോ കാണിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അവരെ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതിന്റെ മേളിൽ കയറി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതിന്റെ ഷോന്റെ ഭാഗമായിട്ടായിരിക്കാം. അവന്മാർക്ക് അത് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും. ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങാൻ കിട്ടിയ അവസരമായിരിക്കും അവന്മാർ അത് മുതലെടുത്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കാരണം ഒരാൾക്കെങ്കിലും ഗുണം കിട്ടിയെന്നുള്ള കാര്യമാണ്. അതിനെപ്പറ്റി ആരും പറയണില്ല. പട്ടി ഷോ കാണിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഇങ്ങനെ ഇതുപോലൊരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വരണം, ഇതുപോലുള്ള ഓഫ് റോഡ് വണ്ടികളുമായിട്ട് ആളുകൾ ഇറങ്ങണം. എല്ലാ സ്ഥലങ്ങളിലും ഫോഴ്സിന് ചെന്നെത്താൻ പറ്റൂല. ജനങ്ങളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള യുവാക്കളുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തരുത്, ഇങ്ങനെ താഴ്ത്തി പറയരുത്. അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നിട്ട് അവന്മാർ പട്ടി ഷോ കാണിക്കുക, അവന്മാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ച് അവന്മാർ 4 റീച്ച് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ കണ്ടവളുമാരെ പോലെ തുണി ഊരിയിട്ട് റീച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഇത്? അവർ ചെയ്യുന്നതിന് ഒരു കൂലിയായിട്ട് കരുതിയാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും പോകുന്നുണ്ടോ അവരുടെ വീഡിയോ കാണുന്നതിന്? 4 ഡേറ്റ പോകുമായിരിക്കും, അതല്ലാതെ എന്തെങ്കിലും പോകുന്നുണ്ടോ? ഇവന്മാർ റീച്ച് ആവുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല പൈസയും പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ റീച്ച് ഉണ്ടാക്കിക്കോട്ടെ. ഇങ്ങനെ റീച്ച് ആവണം, എന്നാലേ നാളെ പിന്നെയും ആളുകൾ ഇറങ്ങത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസ് ചാനലുകളിൽ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു താറ് ഈ പ്രളയത്തിലുള്ള ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയ വണ്ടിക്ക് നമ്മുടെ MVD പെറ്റി അടിച്ചു കൊടുത്തു. വലിയ വിഷയമായതാണ്. നമ്മുടെ ഗവൺമെന്റും സൊസൈറ്റിയും സത്യത്തിൽ അവരുടെ കൂടെ നിന്നു, അവരുടെ ഫൈൻ അടച്ചു തീർക്കുകയും ചെയ്തു. അതിന്റെ ന്യൂസ് ചെയ്യാണെന്ന് വെക്കാം, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ എന്തോരം ദിവസമായിട്ട് കഷ്ടപ്പെടുമെന്ന് അറിയാവോ? നമ്മള് 4-5 ദിവസമായിട്ട് ഇതിന്റെ പുറകിൽ തന്നെയാ. നിർബന്ധിച്ചിട്ടല്ല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. MVD ഇവരെ ചെക്ക് ചെയ്ത സമയത്ത് വീഡിയോ എടുത്ത് വെച്ച വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവർ അത്രയും പറഞ്ഞിട്ട് പോലും MVD അത് കേട്ടില്ല, ഫൈൻ അടിച്ചു കൊടുത്തു. ഓഗസ്റ്റ് 5-ാം തീയതി അടൂരിൽ നടന്ന വാഹന പരിശോധനയുടെ ദൃശ്യമാണ് പത്തനംതിട്ട മെഴുവേൽ സ്വദേശിയായ വാഹന ഉടമ പുറത്തുവിട്ടത്. ആറന്മുളയിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ഓഫ് റോഡ് വാഹനത്തിന് തകരാർ സംഭവിച്ചു. അത് പരിഹരിക്കാനുള്ള സ്പെയർ പാർട്സ് വാങ്ങാൻ അടൂരിലെത്തിയതാണെന്ന് പറഞ്ഞെങ്കിലും MVD ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയെന്നാണ് പരാതി. അപ്പം ഞാൻ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്,
കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ ഫ്ലഡിൽ റെസ്ക്യൂലായിരുന്നു. അതായത് രാപ്പകലില്ലാതെ നമ്മൾ ഫ്ലഡിൽ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാവാം. അപ്പം അങ്ങനെ എൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തിയ സമയത്താണ് ഞാൻ ഈ പറയുന്ന അടൂരിലേക്ക് പോകുന്നത്. പ്രളയ രക്ഷാപ്രവർത്തനത്തിന്റെ അടയാളമൊന്നും വാഹനത്തിലില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതും കളവെന്ന് വാഹന ഉടമ. മുൻവശത്തെ ഗ്ലാസിൽ അർജന്റ് ഫ്ലഡ് റിലീഫ് എന്ന സ്റ്റിക്കർ പതിച്ചിരുന്നു. ആഡംബര ലൈറ്റുകൾക്ക് മുൻപും പിഴ ചുമത്തിയിട്ടുണ്ടെന്ന ഉദ്യോഗസ്ഥവാദവും കളവാണെന്ന് വാഹന ഉടമ പറയുന്നു. എന്നാൽ അടൂർ MVD സ്ക്വാഡിലെ 2 ഉദ്യോഗസ്ഥരെ അനൗചിത നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന പ്രതിഷേധത്തിലാണ്. ഹൈക്കോടതി നിർദ്ദേശം പോലും അനുസരിച്ച് ജോലി ചെയ്തിട്ടും സസ്പെൻഡ് ചെയ്തു. കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പെറ്റി പിരിക്കാതെയാണ് സംസ്ഥാന വ്യാപക സമരം. എന്നാൽ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് സമരം ചെയ്ത AMVമാർക്ക് ഗതാഗത കമ്മീഷണർ മെമ്മോ നൽകി. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ജില്ലാ ഭരണകൂടം നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഓഫ് റൈഡേഴ്സിന്റെ കൂട്ടായ്മ പ്രളയ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയത്. അങ്ങനെയുള്ളവർക്ക് MVD പിഴയിട്ടതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ആറന്മുള MLA അടക്കം ഗതാഗത മന്ത്രിയോട് ശക്തമായ നടപടി ആവശ്യപ്പെട്ടു. തുടർന്നാണ് അടൂർ MVD സ്ക്വാഡിലെ 2 ഉദ്യോഗസ്ഥരായ ലൈജു, ഷമീർ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. പിഴത്തുക MLAയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് ആണ് അടച്ചു തീർത്തത്. ഇതിന് മിക്കവാറും MVD ഉറപ്പായിട്ടും പ്രതികാരം കിട്ടും. ഈ പ്രളയവും ഇതെല്ലാം കഴിയും, ഇതിന്റെ ന്യൂസ് വാലിയൊക്കെ മാറുമ്പോഴത്തേക്ക് പിന്നെ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേ MVDയാണ് പിടിച്ച് ഇതിന്റെ അപ്പുറം പെറ്റിയടിച്ചു കൊടുക്കും. അന്നേരം ഒരു മനുഷ്യനും കാണത്തില്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇത്രയും അവരെ ചൊടിപ്പിച്ചു, എല്ലാവരും അവർക്ക് എതിരായിട്ട് നിന്നു, സംസാരിച്ചു. ഇതിന്റെ ഇപ്പം അനുഭവിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഈ പറയുന്ന ഓഫ് റോഡേഴ്സ് ആയിരിക്കും. ഇതുപോലുള്ള ആളുകൾ സഹായിക്കാൻ വേണ്ടിയിട്ട് പുറകിലോട്ട് വരുന്നതിന്റെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര പേര് ഇറങ്ങും? വാഹനമായിട്ട് ഇറങ്ങി അവരുടെ വണ്ടിയും ഡാമേജ് ആയി ഏറ്റവും അവസാനം ഫൈനും അടയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ വാഴ്ത്തണ്ട, അവരെ അംഗീകരിക്കേണ്ട, സഹായിക്കേണ്ട, ദ്രോഹിക്കാതിരുന്നൂടെ, ഇങ്ങനെ ഇകഴ്ത്താതിരുന്നൂടെ? ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ആ ഒരു ഒത്തൊരുമ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. വെള്ളപ്പൊക്കം വന്ന സമയത്ത് കുറെ കമ്മികൾ, കുറെ ക്യാപ്സ്യൂളുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനെ തോപ്പിച്ചാൽ നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ ശപിക്കുന്ന രീതിയിൽ. ഇങ്ങനെയാണോ ഒരു പാർട്ടിയിലെ പൊതുപ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത്? ആ സമയത്തും റിവെഞ്ച് എടുക്കുകയാണോ? പിണറായി വിജയനെ തോപ്പിച്ചവര്, പിണറായി വിജയനെ ജയിപ്പിച്ച ആളുകളുണ്ട്, 10 കൊല്ലം ജയിപ്പിച്ച ആളുകളുണ്ട്. അന്നേരം അവരെ നിങ്ങൾക്ക് ഓർക്കണ്ടേ? അപ്പൊ അതാണ്, ഇവന്മാർക്ക് ആര് ചത്താലും കുഴപ്പമില്ല, പാർട്ടി പാർട്ടി പാർട്ടി. അവിടെയും പാർട്ടിയാണ്. മനുഷ്യന്മാരായിട്ടുള്ളവന്മാർക്ക് ഈ രീതിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അത് കമ്മികൾക്ക് പറ്റത്തോളം എനിക്ക് തോന്നുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ മാറ്റി നിർത്തുക. അത് എടുത്ത് തലയിലോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു തമ്മിത്തൽ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരുത്തനും വരില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് ഒറ്റ കൈയായിട്ട് നിൽക്കാൻ നോക്ക്. എനിക്കതേ പറയാനുള്ളൂ. കൂടുതൽ ഒന്നും പറയുന്നില്ല. ശരിയെങ്കിൽ.